ഹായ് എവരിവൺ, ദിസ് ഈസ് ജി ബി സെബാസ്റ്റ്യൻ ആൻഡ് വെൽക്കം ടു ജി ബീസ് ക്ലാസ്സസ്. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ഹിന്ദിയിലെ വസന്ത് ടെക്സ്റ്റ് ബുക്കിലെ 7ാമത്തെ ലെസനാണ് നോക്കുന്നത്. 7ാമത്തെ ലെസണിലെ ഫസ്റ്റ് പാർട്ട്. ഈ ലെസൻ്റെ പേര് പാപ്പ ഖോഗേ. എഴുതിയിരിക്കുന്നത് വിജയ് തെണ്ടുൽക്കർ എന്ന ആളാണ്. വിജയ് തെണ്ടുൽക്കർ. പാപ്പ ഖോഗേ. പാപ്പ ഖോഗേ. ഖോഗേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാനില്ല, കാണാതെ പോയി എന്നാണ് അർത്ഥം. ഇതൊരു നാടകമാണ്. നമുക്കതിലെ കഥാപാത്രങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. ഈ പാത്രം എന്ന് എഴുതിയിരിക്കുന്നത് കഥാപാത്രങ്ങളെയാണ്. കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? ബിജ്ലി കാ ഖംബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് പോസ്റ്റ്. ഖംബ എന്ന് പറഞ്ഞാൽ പോസ്റ്റാണ്, ഇലക്ട്രിക് പോസ്റ്റ്. പേട് എന്ന് പറഞ്ഞാൽ മരം, ഒരു മരമുണ്ട്. പിന്നെ ലെറ്റർ ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലെറ്ററൊക്കെ ഇടുന്ന ലെറ്റർ ബോക്സ്. പിന്നെ കൗവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാക്ക. പിന്നെ അതുപോലെ തന്നെ ഒരു നാച്നെ വാലി എന്ന് പറഞ്ഞാൽ ഒരു ഡാൻസ് കളിക്കുന്ന സ്ത്രീ. പിന്നെ ലടുക്കി എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു പെൺകുട്ടി. പിന്നെ ആദ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ. ഇതാണ് നാടകം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൾക്കാർ കാണുന്നുണ്ട് ഫ്രണ്ടിലിരുന്നിട്ട്. അതുപോലെ തന്നെ ഇതൊരു ലെറ്റർ ബോക്സ്. പിന്നെ ഇതൊരു മരം, ആ മരത്തിലിരിക്കുന്ന കാക്ക. പിന്നെ അവിടെ ഒരു ചുമരിലൊട്ടിച്ചിരിക്കുന്ന പോസ്റ്ററിൽ ഡാൻസ് കളിക്കുന്ന മുദ്രയിൽ നിൽക്കുന്ന, പോസിൽ നിൽക്കുന്ന ഒരു ഡാൻസുകാരി. പിന്നെ ഇതാണ് ഇലക്ട്രിക് പോസ്റ്റ്, ഒരു ഇലക്ട്രിക് പോസ്റ്റ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിലെ കഥാപാത്രങ്ങൾ. ഇതിലെ ആദ്മി അല്ലെങ്കിൽ ഒരു മനുഷ്യനും ഒരു പെൺകുട്ടിയുണ്ട്. അത് ഇപ്പോൾ ഈ സന്ദർഭത്തിൽ ഇവിടെ ഇതിലില്ല. ഇത് കഴിഞ്ഞിട്ട് വരുന്ന പാർട്ടിലാണ് അവർ വരുന്നത്. അപ്പോൾ ആദ്യം തുടങ്ങുന്നത് ഈ കഥാപാത്രങ്ങളെ വെച്ചിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം കഥ എന്താണ്. അപ്പോൾ കഥയുടെ സന്ദർഭം വിവരിക്കുകയാണ്. സഡക്ക് എന്ന് പറഞ്ഞാൽ റോഡാണ്. ഒരു റോഡിൻ്റെ അരികെയാണ്. രാത്രി സമയമാണ്. സമുദ്രക്ക് സാമനെ ഫുട്പാത്ത്, ഒരു സമുദ്രത്തിൻ്റെ മുമ്പിലുള്ള ഫുട്പാത്താണ്. വഹീ പർ ഏക് ബിജ്ലി കാ ഖംബ, അവിടെ ഒരു ബിജ്ലി കാ ഖംബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രിക് പോസ്റ്റ്. ഏക് പേട്, ഒരു വൃക്ഷം, ഒരു മരം. ഏക് ലെറ്റർ ബോക്സ്, ഒരു ലെറ്റർ ബോക്സ് ഉണ്ട്. दूसरी ओर ധീമെ പ്രകാശ് മേ ഏക് സിനിമ കാ പോസ്റ്റർ. ധീമെ പ്രകാശ് എന്ന് പറഞ്ഞാൽ ചെറിയ വെളിച്ചത്തിൽ, അരണ്ട വെളിച്ചത്തിൽ ഒരു സിനിമയുടെ പോസ്റ്റർ ഉണ്ട്. പോസ്റ്റർ പർ നാച്നെ കി ഭംഗിമ മേ ഏക് ഔറത്ത് കി ആകൃതി. അപ്പോൾ പോസ്റ്ററിൽ എന്താണുള്ളത്? നാച്നെ കി ഭംഗിമ. നാച്ന എന്ന് പറഞ്ഞാൽ ഡാൻസ് കളിക്കുക. ഡാൻസിൻ്റെ പോസിൽ, ഭംഗിമ എന്ന് പറഞ്ഞാൽ പോസ്, ആ പോസിൽ एक औरत की ആകൃതി, ഒരു സ്ത്രീ ഡാൻസ് കളിക്കുന്ന പോസിൽ ആ പോസ്റ്ററിലുണ്ട്. സമുദ്രസെ സൻസനാത്തി ഹവാ കാ ബഹാവ്, സമുദ്രത്തിൽ നിന്ന് ഈ അടിച്ചു വരുന്ന കാറ്റ്, ഒഴുകി വരുന്ന കാറ്റ്, നല്ല സ്പീഡിൽ കാറ്റടിക്കുന്നുണ്ട്. ദൂർ കഹി കുത്തോ കെ ഭോക്നെ കി ആവാസ്. ദൂർ കഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൂരെ, എവിടെയോ. കുത്തോ എന്ന് പറഞ്ഞാൽ പട്ടികളുടെ കുരയ്ക്കുന്നതിൻ്റെ സൗണ്ട്. ഭോഗ്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരയ്ക്കുക, ആവാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട്. അങ്ങനെ പട്ടിക്കുര കേൾക്കുന്നുണ്ട്. അതായിരുന്നു സന്ദർഭം. അപ്പോൾ ഇതിൽ ആദ്യം സംസാരിക്കുന്നത് ഖംബയാണ്. ഖംബ ഇലക്ട്രിക് പോസ്റ്റ്. ജമായി റോക്തെ ഹുയെ. ജമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടുവായ വിടുന്നതിനാണ് ജമായി എന്ന് പറയുന്നത്. ജമായി റോക്തെ ഹുയെ. അപ്പോൾ കോട്ടുവായ വിടുന്നത് അങ്ങനെ തടഞ്ഞുകൊണ്ട്. അപ്പോൾ അതിനർത്ഥം ബോറടിക്കുന്നുണ്ട്. അപ്പോൾ കോട്ടുവായ വരുന്നു, ആ കോട്ടുവായിനെ തടഞ്ഞുകൊണ്ട് ഖംബ പറയാണ് രാം എന്ന് പറയുന്നത് രാമനെ വിളിക്കുന്നത്. രാം രാത് ബഹുത് ഹോ ഗയി. രാം രാത് ബഹുത് ഹോ ഗയി. രാത് ബഹുത് ഹോ ഗയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഒരുപാട് വൈകിയിരിക്കുന്നു. അപ്പോൾ പേട്, വൃക്ഷം പറയാണ് ആജ്കൽ കി
രാത്തേ കേസി ഹെ. ആജ്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈയിടയ്ക്കുള്ള ഇപ്പോഴുള്ള രാത്രികളെ എങ്ങനെയുള്ളതാണ്. ജൽദി ബീത്നെ മേ ഹി നഹി ആത്തി. ജൽദി ബീത്നെ മേ, ബീത്ന എന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോവുക. ബീത്നെ മേ ഹി നഹി ആത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നില്ല. അതായത് രാത്രികൾ വളരെ നീളമുള്ള രാത്രികളാണ്, ഒരുപാട് സമയമെടുക്കുന്നു, പെട്ടെന്ന് കടന്നു പോകുന്നില്ല. അപ്പോൾ ഖമ്പ പറയാണ് ദിൻ തോ കേസെ ന കേസെ ഹഡ്ബടി മേ ഭീത് ജാത്താ ഹെ. ദിൻ എന്ന് പറഞ്ഞാൽ പകൽ, പകൽ കേസെ ന കേസെ എങ്ങനെയാണെന്നറിയില്ല. ഹഡ്ബടി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നു. ബീത് ജാന എന്ന് പറഞ്ഞാൽ കടന്നു പോവുക. പകൽ പെട്ടെന്ന് കടന്നു പോകുന്നു, പക്ഷേ രാത്രി പെട്ടെന്ന് കടന്നു പോകുന്നില്ല. പിന്നെ അപ്പോൾ വൃക്ഷം പറയുന്നു, പേട് പറയുന്നു, ലേക്കിൻ രാത് കോ തോ ബഡി ബോറിയത്ത് ഹോത്തി ഹെ. പക്ഷേ രാത് കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രിയിൽ, ബഡി എന്ന് പറഞ്ഞാൽ വളരെയധികം, ബോറിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോറാവുക, ബോറടിക്കുക, ബോറിയത്ത് ഹോത്തി ഹെ. രാത്രിയിൽ വളരെയധികം ബോറടി തോന്നും. ഖമ്പ പറയുന്നു, ഇലക്ട്രിക് പോസ്റ്റ് പറയുന്നു, തബ്ബി ബർസാത്ത് കി रातों से तो ये रातें कहीं अच्छी है पेड़ रात. അപ്പോൾ തബ്ബി എന്നാലും ബർസാത്ത് കി രാത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കാലത്തെ രാത്രികളെക്കാളും ഒക്കെ ഈ രാത്രികൾ വളരെ നല്ലതാണ്, അതിനെക്കാട്ടിലൊക്കെ വളരെ ബെറ്ററാണ്. ബർസാത്ത് കി രാത്തോ സേ തോ ഈ രാത്തെ കഹി അച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്കാളിലൊക്കെ ഒരുപാട് നല്ലതാണ്. പേട് രാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വൃക്ഷത്തെ റെസ്പെക്റ്റോടെ പറയുന്നതാണ്. പേട് രാജ്. ഓക്കെ, ഖമ്പ പറയുന്നതാണ് നമ്മൾ നോക്കിയത്. തബ്ബി ബർസാത്ത് കി രാത്തോ സേ തോ ये रातें कहीं अच्छी हैं पेड़ राज. बरसात की रातों में तो रात भर भीगते रहो. ബർസാത്തിൻ്റെ ഈ മഴക്കാലത്തുള്ള രാത്രിയിൽ എന്ത് ചെയ്യണം? രാത് ഭർ ഭീഗ്തേ രഹോ. രാത് ഭർ എന്ന് പറഞ്ഞാൽ രാത്രി മൊത്തം ഭീഗ്തേ രഹോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നനഞ്ഞ് നിൽക്കണം. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നനയും. ബാദലോ സെ ആനെ വാലി പാനി കി മാർ ഖാത്തേ രഹോ. ബാദൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേഘത്തിൽ നിന്ന് വരുന്ന, ആനേവാലി എന്ന് പറഞ്ഞാൽ വരുന്ന, പാനി എന്ന് പറഞ്ഞാൽ പാനിക്ക് മാർഖാത്തേരോ. മാർഖാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെയൊക്കെ സഹിക്കണം, ആ വെള്ളം വീണതിനെല്ലാം സഹിക്കണം. പിന്നെ തേജ് ഹവാവോ മേ ഭി ബൾബ് കോ കസ്കർ പകടത്തെ ബറാബർ ഏക് ടാങ് പർ ഖടേ രഹോ. അപ്പോൾ തേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡിൽ വരുന്ന ഈ ഹവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റ്. ആ കാറ്റിലും, സ്പീഡിൽ വരുന്ന കാറ്റിലും എന്ത് ചെയ്യണം? ബൾബ് കോ കസ്കർ പകടേ ബൾബ് എന്ന് പറയുന്നത് ആ ഇലക്ട്രിക് പോസ്റ്റിലുള്ള ബൾബ്. ആ ബൾബിനെ എന്ത് ചെയ്യണം? കസ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ശക്തിയിൽ നല്ല മുറുക്കെ പിടിക്കണം ആ ബൾബിനെ. ഓർ ബറാബർ ഏക് ടാങ് പർ ഖടേ രഹോ. ബറാബർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം? ഏക് ടാങ് പർ, ഒരു കാലേ ഉള്ളൂ ആ ഇലക്ട്രിക് പോസ്റ്റിന്. ആ ഇലക്ട്രിക് പോസ്റ്റിൻ്റെ ഏക് ടാങ് എന്ന് പറഞ്ഞാൽ കാല്, ആ ഒറ്റ കാലിൽ ഖടേ രഹോ, നിൽക്കണം. ബിൽക്കുൽ അച്ഛാ നെയ് ലഗ്ത. ഇതൊന്നും ബിൽക്കുൽ ഒട്ടും സുഖമുള്ള കാര്യമല്ല, ഒട്ടും സുഖം ഇല്ല അങ്ങനെ നിൽക്കാൻ ഒന്നും. ബർസാത്ത് കി രാത്തോമേ, മഴ പെയ്യുന്ന രാത്രിയിൽ. അപ്പോൾ ഉസ് വക്ത് ലഗ്താ ഹെ, ആ സമയം തോന്നുന്നു. ലഗ്താ ഹെ എന്ന് പറഞ്ഞാൽ തോന്നും. എന്താ തോന്നുക? ഇസ്സെ തോ അച്ഛാ താ, എന്താണ് ഇതിനേക്കാളും എന്താ നല്ലതായിരുന്നു? എന്ത്? നാ ഹോത്ത ബിജ്ലി കാ ഖംബെ കാ ജനം. ഈ ബിജ്ലിയുടെ ഖംബയായിട്ട്, ഈ ഇലക്ട്രിക് പോസ്റ്റായിട്ട് ജനിക്കാതിരുന്നാൽ മതിയായിരുന്നു എന്ന് തോന്നും. ബൾബ് ഫേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫേക്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എറിയുക. ബൾബ് എറിഞ്ഞ് കളഞ്ഞിട്ട് തബ് ദൂർ കहीं ഭാഗ് ജാനേക്ക് ജി ഹോത്താ ഹെ. എന്നിട്ട് എന്ത് തോന്നും? ദൂരെ എവിടെയെങ്കിലും ഓടിപ്പോവാനായിട്ട് മനസ്സിൽ തോന്നും. ജി ഹോത്താ ഹെ എന്ന് പറഞ്ഞാൽ തോന്നും. ബൾബെല്ലാം വലിച്ചെറിഞ്ഞിട്ട് എവിടെയെങ്കിലും ഓടിപ്പോവാനായിട്ട് തോന്നും. ഇതാണ് ഇലക്ട്രിക് പോസ്റ്റ് പറയുന്നത്. അപ്പോൾ പേട് പറയാണ്, മരം പറയുന്നു, മുझ पर भी एक रात आसमान से
ഗഡ്ഗഡാത്തി ബിജ്ലി ആക്കർ പടി थी മുझ पर भी എൻ്റെ മുകളിലും എന്തു പറ്റി ഏക് രാത് ഒരു രാത്രിയിൽ ആസ്മാൻസെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശത്ത് നിന്ന് ഗഡ്ഗഡാത്തി ബിജ്ലി ഗഡ്ഗഡാത്തി ബിജ്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇടിമുഴക്കത്തെയാണ് പറയുന്നത് ഈ ഗഡ്ഗഡാത്തി ബിജ്ലി എന്ന് പറയുന്നത് ഇടിമുഴക്കം. ആ ഇടിമുഴക്കത്തോടെ ആ ഇടി എന്ത് ചെയ്തു, ഇടി വന്ന് ഇടിവെട്ടി. ബിജ്ലി ആക്കർ പടി थी ഇതിൻ്റെ മുകളിൽ വന്ന് ഇടിവെട്ടി ഈ മരത്തിൻ്റെ മുകളിൽ. അരേ ബാപ് രേ. അപ്പോൾ ആശ്ചര്യത്തോടെ പറയാണ്, ഓ ബിജ്ലി थी യാ ആഫത്ത്, അത് ഇടിവെട്ടായിരുന്നോ അതോ വലിയൊരു അപകടമായിരുന്നോ, ആഫത്തായിരുന്നോ. യാദ് ആത്തെ ഹി അബ് ഭി ദിൽ ധക് ധക് കർണേ ലഗ്താ ഹൈ. യാദ് ആത്തെ ഹി എന്ന് പറഞ്ഞാൽ അത് ഓർമ്മ വരുമ്പോൾ തന്നെ ദിൽ എന്ന് പറഞ്ഞ ഹൃദയം ധക് ധക് കർണേ ലഗ്താ ഹൈ, ഹൃദയം എടുപ്പ് കൂടും. और बिजली यहाँ गिरी थी, ബിജ്ലി ജഹാ ഗിരി ഥി, ബിജ്ലി ആ ഇടിവെട്ട് എവിടെയാണ് വെട്ടിയത്, എവിടെയാണ് വീണത്, ജഹാ ഗിരി ഥി വഹാ ഗഡ്ഡ കിത്ന ഗഹര പട് ഗയാ ഥാ. അവിടെ എന്തായി, ഗഡ്ഡയായി. ഗഡ്ഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴിയായി, ഒരു വലിയൊരു കുഴി. കിത്ന ഗഹര പട് ഗയാ ഥാ, എത്ര ആഴമുള്ള ഒരു കുഴിയായിരുന്നു അവിടെ ആയത്. ഇതെല്ലാം ആലോചിക്കുമ്പോൾ തന്നെ പേടിയാവുന്നു. ഖംബെ മഹാരാജ് അപ്പോൾ ഖംബയോട് പറയാണ്, ഇലക്ട്രിക് പോസ്റ്റിനോട് പറയാണ്, ഈ മരം അബ് ജബ് കഭി ബാരിഷ് ഹോത്തി ഹെ, അപ്പോൾ എപ്പോഴെങ്കിലും ഈ ബാരിഷ് ഹോത്തി ഹെ, ബാരിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്യുമ്പോൾ എന്ത് തോന്നും, മുझे ഉസ് രാത് കി യാദ് ആത്തി ഹെ. അപ്പോൾ ആ രാത്രിയുടെ യാദ് ആത്തി ഹെ, യാദെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മ വരും. ആ രാത്രി എനിക്ക് ഓർമ്മ വരും. എപ്പോഴെങ്കിലും മഴ പെയ്താൽ ആ ഒരു രാത്രി എന്തായാലും എനിക്ക് ഓർമ്മ വരും. ആ ദിവസം ഞാൻ അത്രത്തോളം പേടിച്ചിരുന്നു. അങ്ക് ധർ കാംനെ ലഗ്താ ഹെ, അങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോഡി പാർട്ട് എന്ത് ചെയ്യാൻ തുടങ്ങും, കാപ്നെ ലഗ്താ ഹെ. കാപ്ന എന്ന് പറഞ്ഞാൽ വിറയ്ക്കാൻ തുടങ്ങും. അത്രയും പേടിച്ചു പോയി ഞാൻ. അപ്പോൾ ഖംബ പറയാണ്, ഇലക്ട്രിക് പോസ്റ്റ് പറയാണ്, മേരി തബിയത്ത് ഹി ലോഹേക്ക് ഹെ. തബിയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി. എന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് എന്തുകൊണ്ടാണ്, ലോഹേക്ക് ഹെ. ലോഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പ് കൊണ്ടാണ് ഈ ഇലക്ട്രിക് പോസ്റ്റായി എന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. ജോ മേ ബിമാർ നെഹി പെടുത്ത, അതുകൊണ്ട് എനിക്ക് അസുഖങ്ങളൊന്നും വരുന്നില്ല. ബിമാർ എന്ന് പറഞ്ഞാൽ അസുഖം, ബിമാർ നെഹി പെടുത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസുഖം വരുന്നില്ല എനിക്ക്. വർണ്ണ അല്ലെങ്കിൽ എന്താവും, कोई भी इस तरह बारिश ठंडी धूप में खड़ा रहे तो ज़रूर बीमार पड़ जाए. അപ്പോൾ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണെങ്കിൽ എന്ത് പറ്റും, ഇത്രയും മഴയിലും ബാരിസ് എന്ന് പറഞ്ഞാൽ മഴ, ടണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പ്, ധൂപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെയിൽ. ഈ തണുപ്പത്തും വെയിലത്തും ഒക്കെ ഖടാരഹേത്തോ ഖടാരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൽക്കുകയാണെങ്കിൽ ജറൂർ ബീമാർ പട് ജായേ. ജറൂർ എന്ന് പറഞ്ഞാൽ തീർച്ചയായും, ബീമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗിയാവും, രോഗം വരും. പട് ജായകയനേ വരില്ലേ, അങ്ങനെ രോഗം വരില്ലേ എന്ന് മരത്തിനോട് ചോദിക്കുകയാണ്. കിത്തനെ ദിൻ ബീത് ഗേ, ഒരുപാട് ദിവസങ്ങൾ കടന്നുപോയി. കിത്തനി രാത്തേ, ഒരുപാട് രാത്രികൾ കടന്നുപോയി. ലേക്കിൻ മേ ബരാബർ ഇസി തരഫ് ഖടാവും, പക്ഷേ ഞാൻ ഇതേപോലെ ഞാൻ എപ്പോഴും നിൽക്കുകയാണ്. ഖടാവും എന്ന് പറഞ്ഞാൽ നിൽക്കുന്നു. ലംബി ठंडी सांस छोड़कर ഒരു ദീർഘനിശ്വാസം, തണുത്ത ദീർഘനിശ്വാസം വിട്ടിട്ട് ഛേ ചുങ്കി കി യേ നോക്കറി ഭി കോയി നോക്കറി ഹേ. ചുങ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടാക്സ് കളക്ട് ചെയ്യുക അല്ലെങ്കിൽ ഈ ചെക്ക് പോസ്റ്റൊക്കെ അതിനെ പറയുന്നത്. ഇങ്ങനെ ഒരു സ്ഥലത്ത് നിൽക്കുന്ന ഈ ഒരു ജോലി, ഇതൊരു ജോലിയാണോ? അതായത് ആ ജോലി അതിന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഇലക്ട്രിക് പോസ്റ്റ്. ഇപ്പോൾ ഇതുവരെ നമ്മൾ നോക്കി. അടുത്തത് പേട്. വൃക്ഷം പറയാണ്, അപ്നെ പത്തോ കാ കോട്ട് പഹൻകർ, അപ്ന പത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇലകൾ, മരത്തിൻ്റെ ഇലകളിൽ ആകുന്ന കോട്ട്. മരത്തിൻ്റെ ഇലകൾ എന്തായിട്ടാണ് കണക്കൂട്ടുന്നത്? കോട്ടായിട്ടാണ്, ഒരു ഓവർ കോട്ട്, മുകളിൽ ധരിക്കുന്ന കോട്ട് പഹൻകർ എന്ന് പറഞ്ഞാൽ ധരിച്ചുകൊണ്ട്, മുझे സർദി ബാരിസ് യാ ധൂപ്പ് മേ ഉത്തനി തക്ലീഫ് നഹി ഹോത്തി. സർദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തണുപ്പ്,
ബാരിസ് എന്ന് പറഞ്ഞാൽ മഴ, ധൂപ്പ് എന്ന് പറഞ്ഞാൽ വെയിൽ. ഈ ഇതിലൊന്നും ഒത്തിരി തക്ലീഫ് നെഹി ഹോത്ത. തക്ലീഫ് എന്ന് പറഞ്ഞാൽ പ്രോബ്ലം, അത്ര പ്രശ്നം എനിക്ക് തോന്നുന്നില്ല, തോന്നാറില്ല. തോ ഭി തുംസെ ബഹുത് പെഹലെ കാ ഖടാ ഹൂം. എന്നിരുന്നാലും തുംസെ ബഹുത് പെഹലെ കാ ഖടാ ഹൂം എന്നാൽ എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിന്നെക്കാട്ടിലും ബഹുത് പെഹലെ, നിന്നെക്കാട്ടിലും ഒരുപാട് മുമ്പ് തൊട്ട് ഞാനിവിടെ നിൽക്കുന്നതാണ്. തുംസെ ബഹുത് പെഹലെ കാ ഖടാ ഹൂം മേ യഹാ. ഇവിടെ ഞാൻ നിന്നെക്കാട്ടിലൊക്കെ മുമ്പ് കുറേ നാളായിട്ട് ഞാൻ ഇവിടെ നിൽക്കുകയാണ്. യഹി മേര ജനം ഹുവ. ഇവിടെയാണ് എൻ്റെ ജന്മം, ഞാൻ ഇവിടെ തന്നെയാണ് ജനിച്ചത്, ഇവിടെ തന്നെയാണ് ഞാൻ വളർന്നത്. ഇസി ജഗ, ഈ സ്ഥലത്ത് തന്നെയാണ് ഞാൻ ജനിച്ചത്. തബ് സബ് കുച്ച് കിത്ന, തബ് സബ് കുച്ച് അലഗ് താ യഹാ. തബ് സബ് കുച്ച് കിത്ന അലഗ് താ യഹാ. അപ്പോൾ ആ സമയത്ത് ഇവിടെ എത്ര വ്യത്യാസമായിരുന്നു. അലഗ് എന്ന് പറഞ്ഞ വ്യത്യാസം, ഇതേപോലെ ആയിരുന്നില്ല, ഈ ഇപ്പോഴുള്ള സ്ഥിതിയൊന്നും ആയിരുന്നില്ല, വളരെ വ്യത്യാസമായിരുന്നു ഇവിടെ. വഹാക്കെ വേ സബ് ഊച്ചെ ഊച്ചെ ഘർ നഹീ ഥേ. അവിടെയുള്ള ആ എല്ലാ ഊച്ചെ ഘർ, ഉയരെയുള്ള നിൽക്കുന്ന ഘർ എന്ന് പറഞ്ഞാൽ വീടുകൾ ഒന്നും ഉണ്ടായിരുന്നില്ലാത്ത ആ സമയത്ത്. വ സടക് ബി നഹീ ഥി. ആ റോഡും ഉണ്ടായിരുന്നില്ല. വ സിനിമ കാ ബടാ സ പോസ്റ്റർ. സിനിമയുടെ വലിയ പോസ്റ്ററും. और उसमें नाचने वाली औरत भी तब नहीं थी. ആ പോസ്റ്ററിലുള്ള നാച്ചനെ വാലി ഓരത്ത് എന്ന് പറഞ്ഞാൽ ആ ഡാൻസ് കളിക്കുന്ന പോസിൽ നിൽക്കുന്ന ആ സ്ത്രീയും ഉണ്ടായിരുന്നില്ല. സിർഫ് സാമനേക്കായ സമുദ്ര ഥ. എന്താ ഉണ്ടായിരുന്നത്? ഈ ഫ്രണ്ടിലുള്ള സമുദ്രം മാത്രമാണ് ഉണ്ടായിരുന്നത്. ബഹുത് അക്കേലാപ്പൻ മെഹസൂസ് ഹോത്താ ഥ. ബഹുത് എന്ന് പറഞ്ഞാൽ ഒരുപാട്, അക്കേലാപ്പൻ എന്ന് പറഞ്ഞാൽ ലോൺലിനെസ്, ഒറ്റപ്പെടൽ തോന്നാറുണ്ടായിരുന്നു. മെഹസൂസ് ഹോത്താ ഥ. മെഹസൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോന്നുക. തുമേ ജബ് യഹാ ലാക്കർ ഖടാ കിയാ ഗയാ തോ സോച്ച. തുമേ നിന്നെ, ഇലക്ട്രിക് പോസ്റ്റിനോട് പറയാണ്, നിന്നെ ജബ് യഹാ ലാക്കർ ഖടാ കിയ, ആരെങ്ങാണ്ട് നിന്നെ ഇവിടെ കൊണ്ടുവന്ന് നാട്ടിയപ്പോൾ, ഇവിടെ കൊണ്ടുവന്ന് കുഴിച്ച് നിർത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു, ഞാൻ വിചാരിച്ചു ചലോ കോയി സാത്തി തോ മില. അപ്പോൾ ചലോ കുഴപ്പമില്ല, കോയി സാത്തി തോ മില. ഞാൻ ഒറ്റയ്ക്കായിരുന്നു നിന്നുകൊണ്ടിരുന്നത് അതുവരെ. അപ്പോൾ ഞാൻ വിചാരിച്ചു കോയി സാത്തി എന്ന് പറഞ്ഞാൽ കൂടെ ഉള്ള കൂട്ടുകാരൻ, ഒരു കൂട്ടുകാരനെ കിട്ടിയല്ലോ എന്ന് വിചാരിച്ചു. ഒരു കൂട്ട് കിട്ടിയല്ലോ എന്ന് വിചാരിച്ചു. ഇതിന് ഈ സഹി, ഒരു ഇലക്ട്രിക് പോസ്റ്റ് ആണെങ്കിലും കുഴപ്പമില്ല, ഒരു കൂട്ടായല്ലോ എന്ന് വിചാരിച്ചു. ലേക്കിൻ വോ ഭി കഹാ. പക്ഷേ അത് എവിടെ? തും ശുരു മേ മുझसे बोलने को ही तुम शुरू में मुझसे बोलने को ही तैयार नहीं थे. നീയെ ആദ്യം ശുരു എന്ന് പറഞ്ഞാൽ ആദ്യം മുझसे, എന്നോട് ബോൽനേക്കോ ഹി തയ്യാർ നഹീ ഥേ, എന്നോട് സംസാരിക്കാൻ തന്നെ നീ തയ്യാറായിരുന്നില്ല. मैंने बहुत बार कोशिश की. ഞാൻ ഒരുപാട് പ്രാവശ്യം നിന്നോട് സംസാരിക്കാനായിട്ട് ശ്രമിച്ചു. കോശിഷ് കി എന്ന് പറഞ്ഞാൽ ശ്രമിച്ചു. പർ തുമാരി അക്കഡ് ജഹാഥി വഹി കായം. പക്ഷേ നിൻ്റെ അക്കഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൗരവം, നിൻ്റെ എന്താണ് തലക്കനം. തുമാരി അക്കഡ് ജഹാഥി, നിൻ്റെ അക്കഡ് എവിടെയായിരുന്നു അതുപോലെ തന്നെ കായമായിരുന്നു. കായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറിയില്ല. നീ ഭയങ്കര തലക്കനമുള്ളതായിരുന്നു, അതിൽ കുറവൊന്നും വന്നില്ല, ഭയങ്കര ഗൗരവക്കാരനായിരുന്നു. ബാദ് മേ മേനെ ഭി സോച്ച് ലിയ. അത് കഴിഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു, ഇസ്കി നാക്ക് ഉത്തനി ഊച്ചി ഹേ തോ രഹനെ ദേ. അപ്പോൾ ഇതിന് ഇസ്കി നാക്ക് ഉത്തനി ഊച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ ഭയങ്കര തലക്കനാണെങ്കിൽ അങ്ങനെ ഇരുന്നോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. മേനെ ഭി കഭി ആവാജ് നഹീ ലഗായി. मैंने भी कभी आवाज़ नहीं लगाई. ഞാനും ഒരിക്കലും പിന്നെ സംസാരിക്കാൻ നിന്നില്ല. ആവാജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗണ്ട്, അല്ലെങ്കിൽ സംസാരിക്കുക. ഞാനും ഒരിക്കലും പിന്നെ വിളിക്കാനോ പറയാനോ ഒന്നും നിന്നില്ല. अपना भी സ്വഭാവ് ജറ ऐसा ही है. എൻ്റെ സ്വഭാവവും കുറച്ച് അങ്ങനെ തന്നെയാണ്. എനിക്കും കുറച്ച് സെൽഫ് റെസ്പെക്റ്റൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാനും പിന്നെ മിണ്ടാൻ പോയില്ല. ഞാനും കുറച്ച് സെൽഫ് റെസ്പെക്റ്റ് ഉള്ള ആൾ തന്നെയാണ്. അതുകൊണ്ട് ഞാനും മിണ്ടാൻ പോയില്ല.
ഖമ്പ അപ്പോൾ ഇലക്ട്രിക് പോസ്റ്റ് പറയാണ് और एक दिन जब आधी पानी में बिल्कुल तुम्हारे ऊपर ही आ पड़ा. എന്നിട്ട് എന്ത് പറ്റി? ഒരു ദിവസം ആധി പാനി, ആധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുങ്കാറ്റ്, കൊടുങ്കാറ്റും മഴയും, പാനി എന്ന് പറഞ്ഞാൽ മഴ പെയ്യുന്നു, കൊടുങ്കാറ്റും മഴയും വന്നപ്പോൾ എന്ത് ചെയ്തു? ബിൽക്കുൽ തുമാരി ഊപ്പർ ഹി ആപ്പടാം. എന്നിട്ട് ആ മരത്തിൻ്റെ മുകളിലോട്ട് ഈ ഇലക്ട്രിക് പോസ്റ്റ് പോയി വീണു. അപ്പോൾ മരം പറയണ് ബാപ്പുരേ, ഓ ഭയങ്കരം, കേസാ ഥാ ഓ ആന്ധി പാനി കാ തൂഫാൻ. അപ്പോൾ എത്ര ഭയങ്കരമായിരുന്നു ആ കാറ്റും മഴയും കൊടുങ്കാറ്റും. അപ്പോൾ ഖമ്പ പറയാണ്, ഇലക്ട്രിക് പോസ്റ്റ് പറയുന്നു, തും ഖടേ ഥേ, നീ നിൽക്കുമായിരുന്നു, നീ നിൽക്കുന്നുണ്ടായിരുന്നു, ഇസ്ലിയെ മേ കുച്ച് സംഭൽ ഗയാ, നീ നിൽക്കുന്നത് കൊണ്ടാണ് ഞാനത് ശരിക്കും വീണു പോയില്ല, കുറച്ച് എനിക്ക് സപ്പോർട്ട് കിട്ടി, സംഭലിക്കുക എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് കിട്ടി, ഞാൻ കൺട്രോൾ ചെയ്തു. തുമ്നെ മുझे ഊപ്പർ കാ ഊപ്പർ ഛേലിയ, നീ എന്നെ മുകളിൽ നിൻ്റെ മുകളിൽ എന്നെ സപ്പോർട്ട് ചെയ്തു, സപ്പോർട്ട് ചെയ്തു. വാ അച്ഛാ ഹുവ, അത് നന്നായി, അല്ലെങ്കിൽ ഞാൻ വീണു പോയേനെ. ചാഹെ തും ഖുദ് കാഫി ജഖ്മി ഹോഗേ, ചാഹെ എന്നാൽ നീ ഒരുപാട് ജഖ്മി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഞ്ചുറായി, എനിക്ക് ഒരുപാട് എന്തു പറ്റി? മുറിവുകൾ പറ്റി, എന്നിരുന്നാലും നീ എന്നെ താങ്ങി നിർത്തി. ചാഹെ തും ഖുദ്, നീ സ്വന്തം കാഫി ജഖ്മി ഹോ ഗേ ഥേ. ബാദ് മേ മേരാ ഗരൂർ ഭി ഝട് ഗയ, എൻ്റെ തലക്കനമൊക്കെ, ജുറൂർ എന്ന് പറഞ്ഞാൽ തലക്കനം, എൻ്റെ അഹംഭാവം ഒക്കെ ഝട് ഗയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊഴിഞ്ഞുപോയി, ഇല്ലാതായി. ഓർ അപ്പനി ദോസ്തി ഹോ ഗയ, അങ്ങനെ നീ എന്നെ ഹെൽപ്പ് ചെയ്തു, നീ എന്നെ താങ്ങി നിർത്തി, ആ കൊടുങ്കാറ്റിലും മഴയിലും ഒക്കെ എന്നെ വീഴാൻ സമ്മതിച്ചില്ല. നിനക്ക് നിൻ്റെ മേലിൽ ഒരുപാട് ഇതുണ്ടായി, ഇഞ്ചുറി ഉണ്ടായി, എന്നിട്ട് നീ എന്നെ താങ്ങി നിർത്തു. അപ്പോൾ അങ്ങനെ നമ്മുടെ ദോസ്തി ഹോ ഗയ. ദോസ്തി ഹോ ഗയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം നീ ദോസ്തി ഹോ ഗയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുകാരായി നമ്മൾ. പേട് അപ്പോൾ മരം പറയണം, ഹവ ആജ് ബി ബഹോത്ത് ഹെ, ഇന്നും ഒരുപാട് കാറ്റുണ്ട്. ദോനോ ചുപ്പ്, അത് കഴിഞ്ഞപ്പോൾ രണ്ടുപേരും മിണ്ടാതെ നിന്നു. ഹവാക്കി ആവാജ്, ഈ കാറ്റടിക്കുന്നതിൻ്റെ സൗണ്ട് ഉണ്ട്, നല്ല സൗണ്ട് വരുന്നുണ്ട്. കുത്തേക്ക ഭോഗ്ന, എന്താണ് നമ്മുടെ കുത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടികൾ കുരയ്ക്കുന്നുണ്ട്. പോസ്റ്റർ പർ ബനി നാച്നെ വാലി ഓരത്ത് ടേഡി ഹോ ജാത്തി ഹെ, അപ്പോൾ കാറ്റ് വരുമ്പോൾ ആ പോസ്റ്ററിലുള്ള ഈ ഡാൻസ് കളിക്കുന്ന ആ സ്ത്രീ ഒന്ന് ടേഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇളകുന്നുണ്ട്. ഉസ്കെ ഗുങ്കുരു ബസ്തേ ഹെ, അപ്പോൾ അങ്ങനെ ഇളകുമ്പോൾ, ആ പോസ്റ്റർ ഇളകുമ്പോൾ അതിൻ്റെ കാലിലുള്ള ഗുങ്കുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാദസരം കിലുങ്ങുന്നുണ്ട്. വഹ് ഫിർ പഹലേക്ക് തരഫ് സ്ഥിർ ഹോ ജാത്തി ഹെ, പിന്നെ അത് പിന്നെയും നേരത്തെ നിന്ന പോലെ തന്നെ സ്ഥിർ എന്ന് പറഞ്ഞാൽ സ്റ്റേബിൾ ആവുക, ശരിക്കും നിൽക്കുന്നുണ്ട്. ലെറ്റർ ബോക്സ് കിസി ദോഹെ കാ ഏക് ചരൺ ഗുൻഗുനാത്താ ഹെ. ലെറ്റർ ബോക്സ് എന്താ ചെയ്യുന്നത്? ഏതോ ഒരു ശ്ലോകം, ദോഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്ലോകത്തിൻ്റെ ഒരു വരി ഇങ്ങനെ ഗുൻഗുനാന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ട് മൂളിപ്പാട്ട് പാടുന്നുണ്ട്. ഓർ റുക് ജാത്ത ഹെ, അത് കഴിഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതായിരുന്നു ഈ ഫസ്റ്റ് പാർട്ടിലെ ഈ ബിജ്ലി കാ ഖമ്പ, അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രിക് പോസ്റ്റും പേടെന്ന് പറഞ്ഞാൽ മരവും തമ്മിലുള്ള ഒരു സംഭാഷണമായിരുന്നു ഈ ആദ്യത്തെ രംഗത്തിൽ നമ്മൾ നോക്കിയത്. നമുക്കിനി അടുത്ത പാർട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡു സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു.